അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. മാഹിരി അസോസിയേഷൻ നടത്തുന്ന റബീഉ ക്യാമ്പയിനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന എല്ലാം അള്ളാഹു ഒരു സ്വാലിഹായ അഅ്മാലായി സ്വീകരിക്കുകയും അള്ളാഹു നമുക്ക് ഇതിന് പകരമായ സുഖലോക സ്വർഗത്തിലൊരിടം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് അനുഗ്രഹീതമായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള ആദം നബി അലൈഹി സ്വലാം മുതൽ ഖാത്തിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ആ പ്രവാചക പരമ്പരയിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവും അവൻ്റെ മലായിക്കത്തും ആദരിച്ച ബഹുമാനിച്ച ഒരു പ്രവാചകനാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ റസൂലും യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൽ വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ ആദരിച്ച ഒരു പ്രവാചകനായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റം സ്നേഹം വെക്കൽ, ഇഷ്ക് വെക്കൽ ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അല്ലാഹു പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണ് എന്താക്കിയത്, പരിചയപ്പെടുത്തിയത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹീതമായിട്ടല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞെങ്കിൽ ഇനിയൊരു പ്രവാചകനിലേക്ക് വരാനില്ല എന്നതിൻ്റെ സൂചനയും കൂടിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമുക്ക് നൽകുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ വളരെയറ്റം ഇഷ്ടം വെച്ചപ്പോൾ അള്ളാഹു 63 വർഷത്തിനുള്ളിൽ ഹബീബായ നബി തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ ഹബീബിനെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു പച്ചയായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ, അവൻ്റെ ജീവിതത്തിലും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിന് സമർപ്പിച്ചിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം വെക്കൽ, ഇഷ്ക് വെക്കൽ, അവിടത്തേക്ക് പാടിപ്പറയൽ, അവിടുത്തെ മൗലിദുകൾ ചെല്ലൽ, അവിടുത്തെ പരിപാടികൾ ഗംഭീരമാക്കൽ, അതൊക്കെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയോടുള്ള സ്നേഹം വെക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ സ്നേഹിച്ചു പോയ ഒരു സ്വഹാബിയായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് അങ്ങനെ സ്നേഹിച്ചു പോയൊരു മറ്റൊരു സ്വഹാബിയായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഊരിപ്പിടിച്ച വാളുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല കൊയ്യാൻ വേണ്ടി വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമാക്കി ഇസ്ലാമിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സഞ്ചക സഹചാരി എന്ന് വേണമെന്ന് നമുക്ക് പറയാം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഊണിലും ഉറക്കത്തിലും ഏത് സമയത്തും മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ പല വഴികളും നോക്കി അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു.
അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു കാരണവശാലും പുറത്തു പോകാൻ കഴിയുന്നില്ല. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നേരത്തെ തന്നെ യാത്ര പോകാനുള്ള 2 വാഹനങ്ങൾ അവിടെ തയ്യാറാക്കി വെക്കുകയാണ്. അവിടുത്തെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് വന്ന് വിവരം കൊടുക്കുകയാണ്. അള്ളാഹു ആ സമയത്ത് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജറക്കുള്ള അനുമതി അവിടെ നിന്ന് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് യാസീൻ മുതൽ ഫഅശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് പറയുന്നതായ ആയത്തുകൾ ഓതിയിട്ട് ഒരു പിടി മണ്ണിലേക്ക് ഊതിക്കൊണ്ട് ശത്രുക്കളുടെ നേരെ എറിയുകയും അവിടെ നിന്ന് യാത്ര തിരിക്കുകയുമാണ് ചെയ്തത്. ആ പോകുന്ന സമയത്ത് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേത്തൊരു കോറൽ പോലും ഏൽക്കാതെ അവിടത്തേക്കൊരു ശത്രുക്കളിൽ നിന്ന് എവിടുന്നെങ്കിലും അമ്പുകൾ വരുന്നുണ്ടോ എന്നവർ ശ്രദ്ധിച്ച് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറേ മുന്നോട്ടോടുന്നുണ്ട്, കുറേ പിന്നോട്ടോടുന്നുണ്ട്, കുറേ ഇടത്തോട്ടോടുന്നുണ്ട്, വലത്തോട്ടോടുന്നുണ്ട്. കാരണം എന്തെന്നറിയോ? ശത്രുക്കൾ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതായ അവിടെ നിന്ന് വെക്കുന്നതായ അമ്പ് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേത്ത് തട്ടുന്നതിന് മുമ്പ് അതെൻ്റെ മേത്ത് തട്ടണം എന്നുള്ള ആഗ്രഹം, അതാണ് യഥാർത്ഥ ഇഷ്ക്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഊണിലും ഉറക്കിലും എല്ലാത്തിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം. അതാണ് പ്രണയം, അതാണ് ഹബീബായ നബിയോടുള്ള ഏറ്റവും വലിയ സ്നേഹം. മാത്രമല്ല, ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വിശന്നു വലഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ യാത്ര തിരിച്ച് ക്ഷീണിതനായി എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു വാ എന്ന് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പോയിട്ട് അവിടെ നിന്ന് കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം ഒരു മലയുടെ മുകളിൽ കുറച്ച് ആട്ടിൻപറ്റങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതായി കണ്ടു. പക്ഷേ ആ ആട്ടിൻപറ്റങ്ങൾ ആരുടെയാണെന്ന് അന്വേഷിക്കുകയും ഉമ്മ മഅബദ് എന്ന് പറയുന്നതായ സ്വഹാബിയുടെ ആട്ടിൻകൂട്ടമായിരുന്നു എന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ ആട്ടിൻപറ്റങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവരികയും മുത്തുനബിയോട് കാര്യം പറയുകയും അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈകൊണ്ട് ആടിൻ്റെ അകിടിൽ നിന്ന് പാല് ചുരുത്തിയ ചരിത്രങ്ങളൊക്കെ നമുക്ക് നമ്മൾ പഠിച്ചവരാണ്, കേട്ടവരാണ്. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും സൗർ ഗുഹയിൽ അന്തിയുറങ്ങിയ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുന്നതിന് മുമ്പ് മുത്തുനബിയോട് അവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കയറി അവിടെല്ലാം വൃത്തിയാക്കി അവിടുന്ന് ഉടുത്ത തുണിയിൽ നിന്ന് കഷ്ണങ്ങൾ കീറിക്കൊണ്ടെല്ലാ ഗുഹയുടെ മാളങ്ങളൊക്കെ അടക്കുകയും 2 മാളങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാൽപദങ്ങൾ കൊണ്ട് അമർത്തി മുത്തുനബിയെ മടിയിൽ കിടത്തി ഉറങ്ങുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് പാമ്പ് കൊത്തുകയും പാമ്പ് കൊത്തിയ വേദന സഹിക്കവയ്യാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണിൽ നിന്ന് ധാരയായി ഒഴുകിയ ആ കണ്ണുനീരിൻ്റെ ഫലമായി മുത്തുനബി എഴുന്നേൽക്കുകയും അതിന് വേണ്ട ഷിഫാ അവിടെ നിന്ന് കൊടുക്കുകയും ചെയ്ത ചരിത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ രക്തത്തിലും എല്ലാത്തിലും ഉണ്ടാവണം. ഹബീബായ നബിയോടുള്ള സ്നേഹം ഉണ്ടാവുകയും അവിടത്തേക്ക് ഇഷ്ക് വെക്കുകയും നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന ദുആ കൂടി നിർത്തുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.